പഞ്ചായത്തിന്റെ കല്ലാർ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം. സോളാർ വേലിയുടെ ഭാഗമായ ബാറ്ററി പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് നിഗമനം. ഫയർഫോഴ്സ് തീ അണക്കാൻ ശ്രമിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാം ആദ്യം. ജെയിനിസ് രാജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയിൻ, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? തീ അണച്ചോ? ആര്യ, ഈ കല്ലാർ മാലിന്യ പ്ലാന്റിൽ നമുക്കറിയാം വന്യജീവികൾ സ്ഥിരമായി കയറുന്ന, പ്രത്യേകിച്ച് പടയപ്പ അടക്കമുള്ള കാട്ടാനകൾ കയറുന്ന ഒരു മേഖലയാണ്. അവിടെ ഈ ആനകൾ കയറാതിരിക്കാൻ അവിടെ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു. ആ സോളാർ ഫെൻസിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ബാറ്ററി പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം. ഈ സമയത്ത് 5:30 ഈ തീപിടുത്തം ഉണ്ടായത്. ആ സമയത്ത് അവിടെ തൊഴിലാളികളാരും ഉണ്ടായിരുന്നില്ല. ഈ വലിയ രീതിയിൽ തീ പടരുകയും അതിനുശേഷം ഈ പുക ഉയരുന്നതും കണ്ട് പ്രദേശവാസികൾ, അതൊരു വിജനമായിട്ടുള്ള പ്രദേശമാണ്, എസ്റ്റേറ്റ് മേഖലയാണ്. അപ്പൊ ഈ പുക ഉയരുന്നത് കണ്ടാണ് സമീപത്തുള്ള ആളുകൾ തീപിടുത്തമുണ്ടായി എന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ഇപ്പോൾ തീ കെടുത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അടിമാലി, മൂന്നാർ, രാജാക്കാട് ഈ 3 ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള 4 യൂണിറ്റ് ഫയർ യൂണിറ്റുകളാണ് അവിടെ എത്തിയിരിക്കുന്നത്. അവർ തീ കെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. കാരണം പ്ലാസ്റ്റിക് മാലിന്യം അടക്കം അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കും തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കെടുത്തുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. എന്തായാലും തീ കെടുത്താനുള്ളൊരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊരു ജനവാസ മേഖലയല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ശരി.